ഇന്നലെയാണ് സംസ്ഥാനത്ത് നിപ സ്ഥിരീകരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് കുട്ടിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിടുന്നത്. ഇതാണ് സംസ്ഥാനത്ത് നിപ ബാധിച്ച് മരണപ്പെട്ട കുഞ്ഞിന്റെ റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് വിശദമായി നോക്കാം. ഇത് 11-ാം തീയതി, ജൂലൈ 11-ാം തീയതി രാവിലെ കുട്ടി പാണ്ടിക്കാട്ടുള്ള ചെമ്പ്രശ്ശേരി കുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്നു. 6:50 വീട്ടിൽ നിന്ന് ഇറങ്ങി CPB ബസ്സിൽ പാണ്ടിക്കാട്ടെ ബ്രൈറ്റ് ട്യൂഷൻ സെന്ററിൽ കുട്ടി 7:18 എത്തിയത്. പിന്നീട് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുകയും 12-ാം തീയതി രാവിലെ 8-നും 8:30-നും ഇടയിൽ പാണ്ടിക്കാട്ടുള്ള ഡോക്ടർ വിജയൻസ് ക്ലിനിക്കിൽ കുട്ടി ചികിത്സ തേടുകയായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം 13-ാം തീയതി രാവിലെ 7-നും 7:30-നും ഇടയിൽ PKM ആശുപത്രിയിൽ കുട്ടി രോഗലക്ഷണങ്ങളോടെ അഡ്മിറ്റായി. അതിനുശേഷം 15-ാം തീയതി, 14-ാം തീയതി ഒരു ദിവസം പിന്നിട്ട് 15-ാം തീയതി രാത്രി 8:30-നാണ് മൗലാന ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ കുട്ടിയെ പ്രവേശിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് കോഴിക്കോട്ടുള്ള രോഗം മൂർച്ഛിക്കുകയും കോഴിക്കോട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് സംസ്ഥാനത്ത് നിപ സ്ഥിരീകരിക്കുന്നത്. അങ്ങനെ ഇന്നലെ രാത്രി 7 മണിയോടുകൂടി നിപ സ്ഥിരീകരിച്ചതിന് ശേഷം കുട്ടിയെ കോഴിക്കോടുള്ള മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. ഇതാണ് കുട്ടിയുടെ റൂട്ട് മാപ്പ്. ഈ റൂട്ട് മാപ്പ് ഇന്ന് രാവിലെയാണ് പുറത്തുവിടുന്നത്. അതിനുശേഷം ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ റൂട്ട് മാപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ റൂട്ട് മാപ്പിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഈ ദിവസങ്ങളിലുള്ള ആൾക്കാർ കൺട്രോൾ റൂമുമായിട്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പ് അധികൃതരെയോ ഉടൻ തന്നെ സമീപിക്കേണ്ടതാണ്. ഇക്കാര്യം ശ്രദ്ധിക്കുക.